വിഷൻ ന്യൂസ്, കൊച്ചി. ശരണമന്ത്രം അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ദേവസ്വം ബോർഡ് നീക്കം തുടങ്ങി. തീർത്ഥാടകരുടെ എണ്ണം ദിനം പ്രതി 90,000 ഉയർത്താനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കം. വെർച്വൽ ക്യൂ വഴി 80,000-ഉം സ്പോട്ട് ബുക്കിംഗ് വഴി 10,000-ഉം എന്ന കണക്കിൽ തീർത്ഥാടകർക്ക് ബുക്കിംഗിന് അവസരം നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഇതുതന്നെയായിരുന്നു. എന്നാൽ ചില അസൗകര്യങ്ങൾ സുരക്ഷ ഒരുക്കുന്ന പോലീസ് വിഭാഗം ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം 70,000-ആയി പരിമിതപ്പെടുത്തിയത്. നട തുറന്നതിനു ശേഷവും മുൻകൂർ ബുക്ക് ചെയ്തവരിൽ 20% പേരും ദർശനത്തിന് എത്തുന്നില്ല. സ്ലോട്ട് ഒഴിവില്ലാത്തതിനാൽ തീർത്ഥാടകർക്ക് ഈ ദിവസം ദർശനത്തിന് ബുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് തീർത്ഥാടകരുടെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകും. 12 വിളക്ക് സമയത്ത് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. നിലവിൽ വണ്ടിപ്പെരിയാർ, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുള്ളത്. സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. സന്നിധാനത്തെത്തിയാൽ മുഴുവൻ സമയം ജ്വലിച്ചു നിൽക്കുന്ന ആഴിയാണ് ഒരു പ്രത്യേകത. നട തുറക്കുമ്പോൾ ആചാരപ്രകാരം ആഴി തെളിയിച്ചു കഴിഞ്ഞാൽ നട അടയ്ക്കുന്നതുവരെ പ്രകാശം ചൊരിഞ്ഞ് ജ്വലിച്ചു നിൽക്കും.